കേരളത്തിൻ്റെ ഇത്രയും ദുരന്തം, ഇത്രയൊന്നും ദുരന്തങ്ങളില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഇതിനകം തന്നെ സഹായം നൽകാൻ BJP ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളതാണ്. നേരത്തെ പ്രളയ ദുരന്ത പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ദുരിത ആശ്വാസമായിട്ട് ഫണ്ട് സഹായം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അതിനുവേണ്ടി മന്ത്രിമാരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാട് നിഷേധാത്മകമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ പൊതു താൽപ്പര്യത്തോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന കാര്യമാണ്. ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. പ്രളയകാലത്ത് സാലറി ചാലഞ്ചിനെ പോലും എതിർത്ത UDF ഇക്കാര്യത്തിലും കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനൊപ്പമല്ല എന്ന് നമുക്ക് കാണാനാവും. അതായത് ഇടതുപക്ഷത്തെ തകർക്കാൻ BJPയും UDFും ഒന്നിച്ചു നിൽക്കുന്ന നിലയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. കള്ളപ്പണം പിരിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകുമെന്ന പ്രഖ്യാപനത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ കള്ളപ്പണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് BJPക്കുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കൊടകര കേസിൽ 28 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കേസ് ഫലപ്രദമായി കേരള പോലീസ് കൈകാര്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ അവർക്ക് ഇടപെടാൻ സാധിക്കാത്ത കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കുഴൽപ്പണവുമായിട്ട് ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികൾക്ക് അയച്ചിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ അവർക്കായിട്ടില്ല. ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പും EDയും IT-യും പാലിക്കുന്നതിനു വേണ്ടി കൂട്ടാക്കിയില്ല. ഇതിനെതിരായ ശക്തിയായ നിലപാട് സ്വീകരിക്കാൻ UDF തയ്യാറാവുന്നും ഇല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ കുഴൽപ്പണ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് LDFനെ കുറ്റപ്പെടുത്താനാണ് അവർ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും വടകരയും തൃശ്ശൂരും ചേർന്നുള്ള ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്.